ഖുദ്സിയായ ഹദീസാണ്. അല്ലാഹു തആല പറഞ്ഞു, യബ്ന ആദം സന്തതിയെ, ലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖതായ, നീ ഭൂമി നിറയെ, ഖുറാബിൽ അർള് എന്ന് പറഞ്ഞാൽ ഭൂമി നിറയെ, അതിന്റെ വലിപ്പവും ഭാരവും ഒക്കെ നമ്മൾ അവിടെ ചിന്തിക്കാവുന്നതാണ്. അത്ര നിറയെ തിന്മകളുമായി നീ എൻ്റെ അടുക്കൽ വന്നു. സുമ്മ ലഖീതനി, പിന്നീട് ഞാൻ നിന്നെ കണ്ടുമുട്ടുന്നത്, ലാ തുശ്രികു ബി ഷൈഅ, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കാത്തവനായിക്കൊണ്ടാണ് എങ്കിൽ ലഅതൈതുക ബിഖുറാബിഹ മഗ്ഫിറ, അഥവാ ഭൂമി നിറയെ തന്നെ മഗ്ഫിറത്തുമായി, ആ പാപങ്ങളെ മറച്ചു വെക്കാൻ, മായ്ച്ചു കളയാനുള്ള മഗ്ഫിറത്തുമായി ഞാൻ നിന്റെ അടുക്കൽ എത്തുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇവിടെയും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രത്യേകതയാണ് പറയുന്നത്. പാപങ്ങൾ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നില്ല. എത്ര വലിയ പാപമാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ അത് മായ്ച്ചു കളയുന്നത്, അതിനെ അവഗണിച്ച് കളയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹുമായി കണ്ടുമുട്ടുമ്പോഴാണ്. സുമ്മ ലഖീതനി ലാ തുശ്രികു ബിഹി ഷൈഅ, പിന്നീട് എന്നെ ഒന്നിനും പങ്കു ചേർക്കാത്ത അവസ്ഥയിൽ നീ കണ്ടുമുട്ടണം. ഒരാളെ മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അയാൾക്കുണ്ട് എങ്കിൽ എത്ര വലിയ തിന്മയാണെങ്കിലും ശരി അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. ചിലപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല നരകത്തിൽ പ്രവേശിപ്പിക്കുന്നതിന് മുമ്പേ തന്നെ പുറത്തു കൊടുക്കും. ഇന്നല്ലാഹ ലാ യഗ്ഫിറു യുശ്റക ബിഹി, അല്ലാഹു തആല ശിർക്ക് ചെയ്താൽ ഒരിക്കലും പുറത്തു കൊടുക്കൂല. മരണപ്പെട്ടതിന് ശേഷം പറയുന്നത്, ദുനിയാവിൽ പുറത്തു കൊടുക്കും. ദുനിയാവിൽ എത്ര വലിയ ശിർക്ക് ചെയ്താലും തൗബ ചെയ്താൽ അല്ലാഹു തആല പുറത്തു കൊടുക്കും. പക്ഷെ മരണപ്പെട്ടാൽ അല്ലാഹു തആല പുറത്തു കൊടുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അതിന് പുറമേയുള്ള കാര്യങ്ങളെല്ലാം അല്ലാഹു തആല ഉദ്ദേശിച്ചാൽ അവന് പുറത്തു കൊടുക്കുന്നതാണ്. അതുകൊണ്ട് ലിമൻ യശാ എന്ന് പറയുമ്പോൾ ഒരു നിലക്ക് നമുക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ശിർക്ക് ചെയ്യാത്ത ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. പക്ഷെ ഇപ്പുറത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്കറിയില്ല. അല്ലാഹു നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അറിയില്ല. നമ്മളെപ്പോഴും ആവർത്തിച്ച് അല്ലാഹു തആലയുടെ ശിർക്കിൽ നിന്നും രക്ഷ ചോദിക്കണം, അതുപോലെ തന്നെ പാപങ്ങളിൽ പുറത്തു വരാൻ രക്ഷ ചോദിക്കണം. അതെപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ പറഞ്ഞു വന്നത്, ശിർക്കില്ലാതെ ഒരാൾ മരണപ്പെട്ടാൽ ഒന്നുകിൽ അല്ലാഹു തആല ആദ്യം തന്നെ പുറത്തു കൊടുക്കും, നരകത്തിൽ സ്പർശിക്കുക തന്നെയില്ല. ഇനി ഒരാൾ നരകത്തിൽ പ്രവേശിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? അവൻ്റെ ശിക്ഷ കഴിഞ്ഞ് അവന് പുറത്തു കൊടുത്ത് അല്ലാഹു അവൻ്റെ സ്വർഗത്തിലേക്ക് എന്ത് ചെയ്യും? അവനെ മാറ്റുന്നതായിരിക്കും. പക്ഷേ ഈ കാര്യം വളരെ കൃത്യമാണ്. അല്ലാഹുവിൽ ശിർക്ക് ചെയ്യാതെ അവൻ മരണപ്പെടണം. അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ശിർക്ക് ചെയ്ത് മരണപ്പെട്ടാൽ അവൻ്റെ നിസ്കാരങ്ങളോ നോമ്പോ സക്കാത്തോ ഹജ്ജോ ഒന്നും തന്നെ അവന് യാതൊരു ഉപകാരം ഉണ്ടാവില്ല. എത്ര വലിയ ഗൗരവമുള്ള കാര്യമാണ് സഹോദരങ്ങളെ. ഒരാൾ രാത്രി മുഴുവൻ എഴുന്നേറ്റ് നിസ്കരിക്കുന്നുണ്ട്, ഒരാൾ പകല് ഇടവിട്ട് നോമ്പെടുക്കുന്നുണ്ട്, തിങ്കളും വ്യാഴം എടുക്കുന്നുണ്ട്, മാസത്തിൽ 3 നോമ്പെടുക്കുന്നുണ്ട്, കൊല്ലത്തിൽ അങ്ങനെ എന്തെല്ലാം സുന്നത്ത് നോമ്പുകളോ അതൊക്കെ എടുക്കുന്നുണ്ട്, അവൻ സാധുക്കളൊക്കെ സഹായിക്കുന്നുണ്ട്. പക്ഷേ ഈ ശിർക്കൊരു ഭാഗത്ത് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് എങ്കിൽ അവൻ്റെ ഈ അമലുകളൊന്നും തന്നെ യാതൊരു ഉപകാരമില്ലാത്തൊരവസ്ഥയിലേക്കല്ലേ പരലോകത്തെത്തുക. ആളുകൾ മനസ്സിലാക്കുന്നില്ല. ഇതൊക്കെ ചെയ്യുന്ന മുറക്ക് ഇപ്പുറത്ത് പോയി ഖബറാളിയോട് ഇന്ന് തങ്ങളെ രക്ഷിക്കണേ, കാണുന്നില്ല, എൻ്റെ പ്രയാസങ്ങൾ മാറ്റിത്തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്, സഹായം ചോദിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ നിസ്കാരങ്ങളോ നോമ്പോ ഇവൻ ചെയ്ത സദഖകളോ ഒന്നും ഉപകരിക്കാത്തൊരവസ്ഥയിലേക്ക് പരലോകത്തെത്തുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ അപകടമാണത്.